മനസ്സമാധാനം ലഭിക്കാൻ പതിവായി വിഗ്രഹ ആരാധന നടത്താൻ ഉപദേശിച്ച് ജ്യോതിഷി. പതിവായി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ കഴിയാത്തതുകൊണ്ട് ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പൂജ തുടങ്ങി സഹോദരിമാർ. ഹൈദരാബാദിലാണ് സംഭവം. SR ഗുരുമൂർത്തി നഗറിലെ ശ്രീ വിനായക ക്ഷേത്രത്തിൽ നിന്നാണ് യുവതികൾ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചത്. ബഞ്ചാര ഹിൽസ് NBT നഗർ സ്വദേശികളായ സ്വർണലത, ജെ, പവനി എന്നിവരാണ് പ്രതികൾ. ഇവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അടുത്തിടെ മരണപ്പെട്ടിരുന്നു. ഭക്തിപൂത്ത് ഭ്രാന്താവുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കണ്ടു ഒരുപാട് ഭക്തകൾ നമ്മളിവിടെക്കാളും പൂത്ത് ഭ്രാന്തായതും വെളിവ് നിശ്ചയം അന്ധവിശ്വാസമായിട്ട് കിടക്കുന്നത് കേരളത്തിലേക്കാൾ കൂടുതൽ പുറത്തുള്ളവരാണ്. ഇത് ഹൈദരാബാദിലാണ് ഈ സംഭവം നടന്നത്. ദേവീനെ എന്നും പോയി തൊഴാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടുന്ന് വിഗ്രഹം അടിച്ച് മാറ്റിക്കൊണ്ട് വരിക എന്നും തൊഴാൻ വേണ്ടി. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്ന ദേവിയെ തൊഴാൻ പറ്റില്ല, അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ആ ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ തൊഴാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മനോരുചി വിളിക്കാറ്. ഇവർ വിഗ്രഹം വരെ അടിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും പറയുക, ഈ മാതിരിയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിലാണ് കാണുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, മോഷണം തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല, മോഷണം തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ആരെയും ബലി കൊടുക്കാനോ കൊല്ലാനോ പോയില്ല. വേണ്ട, ഉത്തരേന്ത്യയിലെ ഗുജറാത്തിലൊക്കെ അത് തന്നെയാണ് പരിപാടി. മെയിനായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ട് ബലിയെടുക്കുക, അതിങ്ങനെ കൊന്നു തള്ളുക, അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുക, അതൊന്നും ഇവർ ചെയ്തില്ല. അത് തന്നെ ദൈവാധീനം. ദൈവം തന്നെ ദൈവത്തെ കാത്തു.